നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം ഹെഡ്ലൈൻസ്. നിലമ്പൂരിൽ പോരാട്ടം മുറുക്കി മുന്നണികൾ. LDF സ്ഥാനാർത്ഥി M സുരാജും NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജും PV അൻവറും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നവകേരള സദസ്സിന്റെ പേരിൽ കരാറുകാരിൽ നിന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പണപ്പിരിവ് നടത്തിയതിന്റെ തെളിവ് കയ്യിലുണ്ടെന്ന് അൻവർ. അന്തരിച്ച കോൺഗ്രസ് നേതാവ് VV പ്രകാശിന്റെ വീട്ടിൽ അൻവറിന്റെ ആദ്യ സന്ദർശനം. മുഖ്യമന്ത്രി ഈ മാസം 13 മുതൽ 15 വരെ നിലമ്പൂരിൽ. നിലമ്പൂരിൽ സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ച് UDF നേതാക്കൾ. ഹിന്ദു ദിനപത്രത്തിലെ മുഖ്യമന്ത്രിയുടെ വിവാദ അഭിമുഖം നിലമ്പൂരിൽ ഉന്നയിച്ച് KC വേണുഗോപാൽ. മുഖ്യമന്ത്രിയുടേത് ചതിപ്രയോഗമെന്ന് വിമർശനം. 2026 100 സീറ്റുകളോടെ UDF അധികാരത്തിൽ വരുമെന്ന് പ്രതിപക്ഷ നേതാവ്. നിലമ്പൂരിൽ മത്സരം LDFും UDFും തമ്മിലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. അൻവർ വിഷയം അടഞ്ഞ അധ്യായമെന്ന് അടൂർ പ്രകാശ്. കോൺഗ്രസുകാർ രാത്രി സഞ്ചാരികളെന്ന് CPIM നേതാവ് MV ജയരാജൻ. കോൺഗ്രസ് നേതൃത്വം അറിയാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ PV അൻവറിനെ സന്ദർശിച്ചതെന്ന് കരുതാൻ കഴിയില്ല. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാത്രിയാണ് പോയി വർഗീയ ശക്തികളെ കണ്ടതെന്നും ആരോപണം. രാഹുൽ മാങ്കൂട്ടത്തിൽ PV അൻവറിനെ സന്ദർശിച്ചത് തെറ്റെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ 24നോട്. അൻവറുമായി ഇനി ചർച്ചയില്ലെന്ന് നേതൃത്വം പറഞ്ഞ ശേഷം രാഹുൽ പോകാൻ പാടില്ലായിരുന്നു. രാഹുലിന്റേത് പക്വതയില്ലാത്ത പെരുമാറ്റമാണെന്നും PJ കുര്യൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ചത് കൂടിയാലോചിച്ച ശേഷമെന്ന് BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി. മലപ്പുറത്തെ സംബന്ധിച്ച് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന വസ്തുതയാണ്. മുസ്ലിം ലീഗ് തീരുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നടക്കുന്നത്. ആ സത്യമാണ് പറഞ്ഞതെന്നും തുഷാർ വെള്ളാപ്പള്ളി 24നോട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അനാവശ്യമെന്ന് ആവർത്തിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നില്ല. പ്രധാനപ്പെട്ട നേതാക്കൾ ഇനിയും BJPയിലേക്ക് എത്തുമെന്നും രാജീവ് ചന്ദ്രശേഖർ. അസിസ്റ്റന്റ് ഡയറക്ടർ പ്രതിയായ കൈക്കൂലി കേസിൽ ED ഓഫീസിൽ നേരിട്ടെത്തി നോട്ടീസ് കൈമാറി വിജിലൻസ് സംഘം. പരാതിക്കാരൻ അനീഷ് ബാബുവിനെതിരായ കേസിലെ വിവരങ്ങൾ കൈമാറണമെന്നാവശ്യം. ശേഖർ കുമാറിന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. മുൻകൂർ ജാമ്യാപേക്ഷയിൽ മറുപടി നൽകാൻ വിജിലൻസിന് നിർദ്ദേശം. കാസർഗോഡ് നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ. പീലിക്കോട് ഭാഗത്തെ വിള്ളൽ ടാറൊഴിച്ചും പ്ലാസ്റ്റിക് ഷീറ്റ് മൂടിയും മറച്ചുവെച്ച നിലയിൽ. കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തിൽ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ നടന്നെന്ന് KC വേണുഗോപാൽ. ദേശീയപാത തന്റെ അക്കൗണ്ടിലാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പാതയുടെ തകർച്ച ആരുടെ അക്കൗണ്ടിലെന്ന് പറയുന്നില്ല എന്നും KC വേണുഗോപാൽ. കേരള സന്ദർശനം നടത്തുന്ന ദേശീയപാത അതോറിറ്റി ചെയർമാൻ തകർന്ന ദേശീയപാതകൾ സന്ദർശിക്കാത്തതിൽ വിവാദം. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലായി സന്ദർശനം ചുരുക്കി. ചീഫ് സെക്രട്ടറിയും ദേശീയപാത അതോറിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ യാദവുമായുള്ള കൂടിക്കാഴ്ച അവസാനിച്ചു. ദേശീയപാത വികസനത്തിലെ പ്രധാന വെല്ലുവിളികൾ ചർച്ചയായി. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനായി പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കാൻ കേന്ദ്ര സർക്കാർ. വിദേശ പര്യടനത്തിലുള്ള സർവകക്ഷി സംഘങ്ങൾ മടങ്ങിയെത്തിയ ശേഷം പ്രത്യേക സമ്മേളനം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആദ്യമായി ജമ്മു കശ്മീരിലേക്ക്. വെള്ളിയാഴ്ച ജമ്മു കശ്മീർ സന്ദർശിക്കും. വൈഷ്ണോദേവി ക്ഷേത്രത്തിന്റെ ബേസ് ക്യാമ്പായ കത്രയിൽ നിന്ന് കശ്മീരിലെ ബാരാമുള്ളയിലേക്കുള്ള ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്ത് 3961 കോവിഡ് കേസുകൾ. കേരളത്തിൽ 1435 രോഗബാധിതർ. 24 മണിക്കൂറിനിടെ 4 പേർ മരിച്ചു. കേരളത്തിൽ ഒരു കോവിഡ് മരണം കൂടി. വേനലവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നു. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി നിർവഹിച്ചു. 1ാം ക്ലാസ്സിലേക്ക് എത്തിയത് 3 ലക്ഷത്തോളം കുരുന്നുകൾ. ഇടുക്കി അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ പ്രതിഷേധം. മുന്നറിയിപ്പില്ലാതെ ഇംഗ്ലീഷ് മീഡിയം ഡിവിഷൻ നിർത്തലാക്കിയെന്നാരോപിച്ച് പ്രധാന അധ്യാപികയെ ഉപരോധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ഇംഗ്ലീഷ് ഡിവിഷൻ നിർത്തലാക്കിയെന്ന ആരോപണം തള്ളി സ്കൂൾ അധികൃതർ. കൂടുതൽ അധ്യാപകരെ നിയമിക്കാമെന്ന ഉറപ്പ് ലഭിച്ചെന്നും വിശദീകരണം. ടൈസൺ ടാറ്റ മോട്ടോഴ്സിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ കെട്ടിയിട്ട് കവർച്ചാശ്രമം. ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം നടന്നത്. പണമോ വില കൂടിയ സാധനങ്ങളോ നഷ്ടമായിട്ടില്ല. തമിഴ് ചിത്രം തഗ് ലൈഫ് കർണാടകയിൽ സുഗമമായി റിലീസ് ചെയ്യാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച് സഹനിർമ്മാതാവ്. കന്നഡ ഭാഷയുമായി ബന്ധപ്പെട്ട് കമൽഹാസന്റെ വിവാദ പരാമർശത്തിന് പിന്നാലെ ചിത്രം പ്രദർശിപ്പിക്കില്ലെന്ന് കർണാടക ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് തീരുമാനിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സഹനിർമ്മാതാവ് കോടതിയെ സമീപിച്ചത്. കരുനാഗപ്പള്ളിയിലെ ജിം സന്തോഷ് വധക്കേസിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകാനെന്ന പേരിൽ പ്രതിയുടെ മാതാവിൽ നിന്ന് പണം വാങ്ങിയെന്ന് പരാതി. RYF അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി പുലത്തറ നൌഷാദ് 2,65,000 രൂപ വാങ്ങി എന്നാണ് ആരോപണം. മകനെ രക്ഷിക്കാനാണെന്ന് പറഞ്ഞ് പണം വാങ്ങിയെന്ന്
പ്രതി സാമുവലിന്റെ അമ്മ ലളിത 24 വെളിപ്പെടുത്തി. ആശാ വർക്കേഴ്സിന് ഓണറേറിയം നൽകുന്നതിൽ സർക്കാർ കൊണ്ടുവന്ന ഉപാധികൾ കടുത്ത വഞ്ചനയെന്ന് സമരസമിതി. ഓണറേറിയം നൽകുന്നതിൽ കൊണ്ടുവന്ന മാനദണ്ഡം പിൻവലിക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയതാണ്. സർക്കാർ സമരത്തിലേർപ്പെട്ടവരോട് പക വീട്ടുകയാണെന്നും സമരസമിതി നേതാവ് VK സദാനന്ദൻ. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി നാളെ ചർച്ച നടത്തും. സിൽവർ ലൈൻ പദ്ധതി ചർച്ചയാകും. ഉച്ചയ്ക്ക് 12:30 ചർച്ച. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തും. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്കാണ് കൂടിക്കാഴ്ച. കൊച്ചി പുറംകടലിൽ ചരക്ക് കപ്പൽ മുങ്ങിയത് ലക്ഷദ്വീപിലെ പവിഴപ്പുറ്റുകളെ ഗുരുതരമായി ബാധിക്കുമെന്ന് ദേശീയ ഹരിത ട്രൈബ്യൂണൽ. മാലിന്യങ്ങൾ ലക്ഷദ്വീപ് ഉൾപ്പെടെ രാജ്യത്തെ തീരപ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് വിലയിരുത്തൽ. മലിനീകരണ ആശങ്കയിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയവും തുറമുഖ മന്ത്രാലയവും മറുപടി നൽകണമെന്നും ദേശീയ ഹരിത ട്രൈബ്യൂണൽ. അണ്ണാ സർവകലാശാലയിൽ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ച് മദ്രാസ് വനിതാ കോടതി. 30 വർഷത്തിൽ കുറയാതെ ശിക്ഷ നൽകണം എന്നാണ് ഉത്തരവ്. അമേരിക്കയിലെ കൊളറാഡോയിൽ ഇസ്രയേൽ അനുകൂല പ്രകടനത്തിന് നേരെ ബോംബേറ്. 6 പേർക്ക് പരിക്കേറ്റു. ഭീകരാക്രമണമെന്ന് സ്ഥിരീകരിച്ച് FBI. ഈജിപ്ഷ്യൻ പൗരനായ അക്രമി കസ്റ്റഡിയിൽ. എറണാകുളം നെട്ടൂരിൽ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച പ്രതി പിടിയിൽ. മലപ്പുറം സ്വദേശി സുധീഷിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പ്രതിയെ കുട്ടികൾ തിരിച്ചറിഞ്ഞു. കൊല്ലം ആയിരംതെങ്ങ് പാലത്തിന് സമീപം കായലിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ആലംപീടിക സ്വദേശി ഷിഖിൽ ബാബുവാണ് കായലിൽ വീണ് മരിച്ചത്. കൊച്ചിയിൽ കൈക്കൂലി കേസിൽ വില്ലേജ് ഓഫീസ് അസിസ്റ്റന്റും റിട്ടയർഡ് ഫീൽഡ് അസിസ്റ്റന്റും വിജിലൻസിന്റെ പിടിയിൽ. ചൊവ്വര വില്ലേജ് അസിസ്റ്റന്റ് തമ്പി, നവാസ് എന്നിവരാണ് പിടിയിലായത്. കൈക്കൂലി കേസിൽ ഡൽഹിയിൽ അറസ്റ്റിലായ IRS ഉദ്യോഗസ്ഥന് കോടികളുടെ ആസ്തി. 3.5 കിലോ സ്വർണവും 2 കിലോ വെള്ളിയും 1 കോടി രൂപയും റെയ്ഡിൽ കണ്ടെടുത്തു. അമിത് കുമാർ സിംഗാളിനെ കൈക്കൂലി കേസിൽ അറസ്റ്റ് ചെയ്തത് CBI. മുടിവെട്ടിയത് ശരിയായില്ലെന്നാരോപിച്ച് 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകർ ക്ലാസിന് പുറത്താക്കിയെന്ന് പരാതി. സംഭവം പത്തനംതിട്ട അടൂർ ഹോളി ഏഞ്ചൽസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. മനുഷ്യാവകാശ കമ്മീഷനും CWCക്കും പരാതി നൽകി. എന്നാൽ 24 വാർത്തയ്ക്ക് പിന്നാലെ സ്കൂൾ അധികൃതർ വിഷയം ഒത്തുതീർപ്പാക്കി. കലൂരിലെ നൃത്തപരിപാടിക്കിടെ സ്റ്റേജിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ തൃക്കാക്കര MLA ഉമാ തോമസ് ഓഫീസിൽ തിരിച്ചെത്തി. 6 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം പാലാരിവട്ടത്തെ MLA ഓഫീസിൽ ഇന്ന് തിരിച്ചെത്തിയ ഉമാ തോമസിനെ സ്വീകരിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമാകുമെന്ന് ഉമാ തോമസ്. ട്രാൻസ്ജെൻഡർ രക്ഷിതാക്കൾക്ക് ജനിച്ച കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് പരിഷ്കരണത്തിൽ നിർണായക വിധിയുമായി ഹൈക്കോടതി. ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛനും അമ്മയ്ക്കും പകരം രക്ഷിതാക്കൾ എന്ന് രേഖപ്പെടുത്തണം. ജനന സർട്ടിഫിക്കറ്റ് തിരുത്തി നൽകാൻ കോഴിക്കോട് കോർപ്പറേഷന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. കോഴിക്കോട് സ്വദേശികളായ ട്രാൻസ്ജെൻഡർ ദമ്പതികളുടെ ഹർജിയിലാണ് ഉത്തരവ്. സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ഉടൻ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ചൂരൽമല നിവാസികളുടെ പ്രതിഷേധം. വെള്ളാർമല വില്ലേജ് ഓഫീസ് നാട്ടുകാർ ഉപരോധിച്ചു. റീബിൽഡ് ചൂരൽമലയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ സാക്ഷികളെ തട്ടിക്കൊണ്ടുപോയി മൊഴിമാറ്റിച്ചെന്ന കേസിൽ CPIM നേതാവിനെ വെറുതെ വിട്ടു. CP സലീമിനെയാണ് തളിപ്പറമ്പ് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വെറുതെ വിട്ടത്. നോക്കാമിനി കേരളത്തിലെ ചില പ്രധാന വാർത്തകൾ. വയനാട് മേപ്പാടി കടൂരിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. ഇന്ന് വൈകിട്ടാണ് ഒറ്റയാൻ ഇറങ്ങിയത്. കുറച്ചു നാളുകളായി പ്രദേശത്ത് ആനയുടെ സാന്നിധ്യമുണ്ടെന്ന് നാട്ടുകാർ. കൊല്ലം കുണ്ടറയിൽ പൊട്ടിക്കിടന്ന വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് വയോധികന് ദാരുണാന്ത്യം. പെരുമ്പുഴ സ്വദേശി ഗോപാലകൃഷ്ണൻ പിള്ളയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന മകളുടെ കൈക്ക് പൊള്ളലേറ്റു. കോട്ടയം പാലായിൽ തുണിക്കടയുടെ മറവിൽ മദ്യക്കച്ചവടം. പാല കടനാട് സ്വദേശി തോമസ് KJ പിടിയിലായി. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 5 ലിറ്ററോളം മദ്യം പിടിച്ചെടുത്തു. തൃശൂർ അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ കാട്ടാനക്കൂട്ടം ബൈക്ക് യാത്രക്കാരെ ആക്രമിച്ചു. ബൈക്കിലെത്തിയ തമിഴ്നാട് സ്വദേശികൾ ഓടി രക്ഷപ്പെട്ടു. ആനക്കയം ഭാഗത്ത് വെച്ചാണ് സംഭവം. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഓടിക്കൊണ്ടിരുന്ന ബൈക്കിനും കാറിനും മുകളിലേക്ക് മരം കടപുഴകി വീണു. ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. കാർ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കോഴിക്കോട് ഉള്ളിയേരിയിൽ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ആളെ തിരിച്ചറിഞ്ഞു. തങ്കയമുക്ക് സ്വദേശി ലോഹിതാക്ഷനാണ് മരിച്ചത്. എറണാകുളം കാലടി പാലത്തിലെ കുഴികൾ പൂർണ്ണമായും ടാർ ചെയ്തു. ടാറിംഗ് പൂർത്തിയായതോടെ സ്വകാര്യ ബസ്സുകൾ പാലം ബഹിഷ്കരിച്ചുള്ള സമരം പിൻവലിച്ചു. വയനാട് സുൽത്താൻ ബത്തേരിയിൽ പുലിക്കായി സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത് നായ. ബത്തേരി മൈസൂർ റോഡിൽ പുതുശ്ശേരി പോൾ മാത്യൂസിന്റെ പറമ്പിലാണ് കൂട് സ്ഥാപിച്ചിരുന്നത്. കൂട്ടമായി എത്തിയ നായ്ക്കളിൽ ഒന്നാണ് കൂട്ടിൽ അകപ്പെട്ടത്. പത്തനംതിട്ട കോന്നി കൊക്കാത്തോട് റോഡ് കല്ലേലിയിൽ കാറിന് മുന്നിലേക്ക് പാഞ്ഞെടുത്ത കാട്ടാന.
കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. മാധ്യമപ്രവർത്തകൻ ജയൻ മടത്തിലിന്റെ പ്രണയമേ മരണമേ എന്നെയൊന്ന് പുണരൂ എന്ന പുസ്തകവും സംസ്ഥാന അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഷർമിള സി നായരുടെ പാട്ട് പ്രണയം ജീവിതം എന്ന പുസ്തകവും പ്രകാശനം ചെയ്തു. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ എഴുത്തുകാരായ KV മോഹൻകുമാറും GR ഇന്ദുഗോപനും ചേർന്നാണ് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തത്. തിരുവനന്തപുരം വഞ്ചിയൂരിൽ അഭിഭാഷകയെ മർദ്ദിച്ച കേസിലെ പ്രതി ബെയിലിൻ ദാസിന് വഞ്ചിയൂർ സ്റ്റേഷൻ പരിധിയിൽ വിലക്ക് തുടരും. വിലക്ക് നീക്കണമെന്ന ബെയിലിൻ ദാസിന്റെ ഹർജി തിരുവനന്തപുരം ജില്ലാ സെഷൻസ് 1ാം കോടതി തള്ളി. കേസിലെ ജാമ്യവ്യവസ്ഥ നിലനിൽക്കുമെന്നും കോടതി. ഗ്ലോബൽ ഇന്ത്യൻ മീഡിയയുടെ രാഷ്ട്രീയകാര്യ എക്സലൻസ് അവാർഡ് സ്റ്റാൻലി ജോർജിന്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്യാമ്പയിൻ സ്ട്രാറ്റജി സംഘത്തിലും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഉപദേശക സമിതിയിലും സാന്നിധ്യമായിരുന്ന ഏക ഇന്ത്യൻ വംശജനാണ് സ്റ്റാൻലി ജോർജ്. കൊട്ടാരക്കര അരീക്കൽ ആയുർവേദ ഹോസ്പിറ്റലും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയും വൈദ്യരത്നം ഔഷധശാലയും സംയുക്തമായി സംഘടിപ്പിച്ച വെരിക്കോസ് വെയിനെക്കുറിച്ചുള്ള ആരോഗ്യ സെമിനാർ മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അമ്പിളി ശിവൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ AR സ്മിത്ത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. MG സർവകലാശാലയുടെ 2024-25 ബാച്ച് B.Ed പരീക്ഷയിൽ 2 ഒന്നാം റാങ്കുകൾ ഉൾപ്പെടെ 10 റാങ്കുകളും 100% വിജയവും നേടി എടത്തല MES ട്രെയിനിംഗ് കോളേജ്. ഷൈജ ഫ്രാൻസിസ്, ഷനീബ PP തുടങ്ങിയവർ 1ാം റാങ്കും, അഞ്ജന അജിത്, P അർച്ചന, K ആമിന, P യൂസഫ്, ജുമാന അബ്ദുൽ മജീദ് തുടങ്ങിയവർ 3ാം റാങ്കും സ്വന്തമാക്കി. റാങ്ക് ജേതാക്കളെയും വിജയിച്ച വിദ്യാർത്ഥികളെയും മാനേജ്മെന്റും സ്റ്റാഫ് കൗൺസിലും PTA-യും അഭിനന്ദിച്ചു. പാലക്കാട് കൊടുമ്പിലെ കുട്ടികൾക്ക് സ്കൂളിലെത്താൻ ദുരിതയാത്ര. പാലം വരാൻ കാത്തിരിക്കുന്നത് 500ഓളം കുടുംബങ്ങൾ. പാലക്കാട് അട്ടപ്പാടി ധോണിക്കുണ്ട് മരപ്പാലത്ത് മേയാൻ വിട്ട ആടുകളെ പുലി ആക്രമിച്ചു. ഒരാടിനെ കൊന്നു. മരപ്പാലം സ്വദേശി ഉഷയുടെ ആടിനെയാണ് പുലി ആക്രമിച്ചത്. നോക്കാമിന് പ്രധാന അറിയിപ്പുകൾ. +1 പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റ് ലിങ്കുകൾ വഴി ഫലം അറിയാം. VHSC 1ാം വർഷ ഫലവും പ്രസിദ്ധീകരിച്ചു. ജൂൺ 15 നടത്താനിരുന്ന NEET PG പരീക്ഷ മാറ്റിവെച്ചു. ഒറ്റ ഷിഫ്റ്റിൽ പരീക്ഷ നടത്തണമെന്ന സുപ്രീം കോടതി ഉത്തരവ് അനുസരിച്ചാണ് തീരുമാനം. കോട്ടയം ചേരപ്പാടി RV ഗവൺമെന്റ് VHSS-ൽ അധ്യാപക ഒഴിവ്. ഹിന്ദി ഇംഗ്ലീഷ് വിഭാഗത്തിലേക്കാണ് ഒഴിവ്. അഭിമുഖം ഈ മാസം 4 നടക്കും. കോട്ടയം വയല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ഒഴിവ്. കെമിസ്ട്രി, മാത്സ് വിഷയങ്ങളിലേക്കാണ് ഒഴിവ്. അഭിമുഖം ഈ മാസം 4. അടിമാലി കുഞ്ചിത്തണ്ണി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ഒഴിവ്. കണക്ക് വിഷയത്തിലേക്കാണ് ഒഴിവുള്ളത്. അഭിമുഖം ഈ മാസം 4. തൃശൂർ ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കായിക അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 4. തൃശൂർ മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ഒഴിവ്. ഇക്കണോമിക്സ്, മാത്സ് വിഷയത്തിലേക്ക് ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 5. തൃശൂർ CMC മാനേജ്മെന്റിന് കീഴിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ഒഴിവ്. ബോട്ടണി വിഷയത്തിലേക്ക്. അഭിമുഖം ഈ മാസം 5. തൃശൂർ തൈക്കാട്ടുശ്ശേരി വൈദ്യരത്നം ആയുർവേദ കോളേജിൽ മെഡിക്കൽ ക്യാമ്പ് നടക്കും. മെഡിക്കൽ ക്യാമ്പ് നടക്കുക ഈ മാസം 4. ദേശീയ വാർത്തകൾ. മഴക്കെടുതിയിൽ വലഞ്ഞ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ. സിക്കിമിലെ മണ്ണിടിച്ചിലിൽ 3 സൈനികർ മരിച്ചു. 9 പേരെ കാണാനില്ല എന്ന് റിപ്പോർട്ടുകൾ. അസം, ത്രിപുര, മേഘാലയ, അരുണാചൽ എന്നീ സംസ്ഥാനങ്ങളിൽ പ്രളയ സമാന സാഹചര്യം. 3 ദിവസത്തിനിടെ മരിച്ചത് 34 പേർ. മഴക്കെടുതി ബാധിച്ചത് 3 ലക്ഷത്തോളം പേരെ. ഡൽഹിയിൽ തൊണ്ടി മുതൽ മോഷ്ടിച്ച ഹെഡ് കോൺസ്റ്റബിൾ അറസ്റ്റിൽ. പോലീസ് സ്പെഷ്യൽ സെൽ ഓഫീസിലെ ലോക്കർ റൂമിൽ നിന്ന് 51 ലക്ഷം രൂപയും സ്വർണവും മോഷ്ടിച്ച ഖുർഷിദാണ് അറസ്റ്റിലായത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വെള്ളപ്പൊക്കത്തിൽ ദുഃഖം പ്രകടിപ്പിച്ച് പ്രിയങ്ക ഗാന്ധി. വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് അടിയന്തര സഹായം നൽകണമെന്നാവശ്യപ്പെട്ട് പ്രിയങ്ക ഗാന്ധി. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം 2000-ലധികം അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ ഇന്ത്യ മടക്കി അയച്ചതായി റിപ്പോർട്ട്. പിടികൂടുന്നവരെ വ്യോമസേനാ വിമാനങ്ങളിൽ അതിർത്തിയിലെത്തിച്ച് BSF-ന് കൈമാറും. മടക്കി അയക്കുന്നവരുടെ ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിച്ച് ഇമിഗ്രേഷൻ ഡാറ്റയുമായി ബന്ധിപ്പിക്കും. ഡൽഹിയിലെ വസീർപൂരിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ സിലിണ്ടർ പൊട്ടിത്തെറിച്ച അപകടം. നിരവധി പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. അന്വേഷണം ആരംഭിച്ച് പോലീസ്. തെലങ്കാനയുടെ 11ാം രൂപീകരണത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു ആശംസകൾ നേർന്നു. സാമ്പത്തിക പുരോഗതിയിൽ അതിവേഗം വളരുന്ന സംസ്ഥാനമായി തെലങ്കാന മാറിയെന്ന് രാഷ്ട്രപതി.
മണിപ്പൂരിൽ ഭൂചലനം 3.5 തീവ്രത രേഖപ്പെടുത്തി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഉത്തർപ്രദേശിൽ വാഹനാപകടം. കാറും ബൈക്കും കൂട്ടിയിടിച്ച് 4 പേർക്ക് ദാരുണാന്ത്യം. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടം ഗോരഖ്പൂർ വാരാണസി ഹൈവേയിൽ. ഉത്തർപ്രദേശിലെ ലളിത്പൂർ ജയിലിൽ നടത്തിയ റെയ്ഡിൽ മുൻ MP റിസ്വാൻ സഹീറിന് VVIP സൗകര്യങ്ങളുണ്ടെന്ന് കണ്ടെത്തി. തുൽഷിപൂർ നഗർ പഞ്ചായത്ത് മുൻ ചെയർമാൻ ഫിറോസ് അഹമ്മദ് പപ്പുവിന്റെ കൊലപാതകത്തിൽ ഗൂഢാലോചന നടത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ജയിലിൽ കഴിയുന്നത്. തെലങ്കാനയിൽ സംഗറെഡ്ഡിയിൽ ഓൺലൈൻ ക്രിക്കറ്റ് വാതുവെപ്പിൽ പണം കണ്ടെത്തുന്നതിനായി മോഷണ ശ്രമം. പ്രതി പിടിയിലായി. നോക്കാമിനി രാജ്യാന്തര വാർത്തകൾ. യുക്രൈൻ റഷ്യ 2ാം ഘട്ട സമാധാന ചർച്ച ഇസ്താംബൂളിൽ. തുർക്കി വിദേശകാര്യമന്ത്രി ഫക്കൻ ഫിദാന്റെ അധ്യക്ഷതയിലാണ് യോഗം. റഷ്യ യുക്രൈൻ പ്രതിനിധികൾ തുർക്കിയിൽ. ഗസയിൽ കൂട്ടക്കുരുതി തുടർന്ന് ഇസ്രയേൽ. ഭക്ഷ്യകേന്ദ്രത്തിൽ ഇസ്രയേൽ സേന നടത്തിയ വെടിവെപ്പിൽ പട്ടിണിയിലായ 60ഓളം പേർ കൊല്ലപ്പെട്ടു. പ്രതിഷേധവുമായി അറബ് രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും. പോളണ്ട് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കരോൾ നവ്റോക്കി വിജയിച്ചു. നവ്റോക്കി 50.89% വോട്ടുകൾ നേടി. 42-കാരനായ നവ്റോക്കി ചരിത്രകാരനാണ്. നൈജീരിയയിൽ വെള്ളപ്പൊക്കത്തിൽ മരണസംഖ്യ ഉയരുന്നു. വെള്ളപ്പൊക്കത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 150 പേർ. നോക്കാമിനി ബിസിനസ് വാർത്തകൾ. തുടർച്ചയായ 3ാം തവണയും പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന് സൂചന. റിസർവ് ബാങ്കിന്റെ ധനനയ പ്രഖ്യാപനം ഈ വെള്ളിയാഴ്ച. സാമ്പത്തിക സൂചകങ്ങൾ മെച്ചപ്പെട്ടതും വിലക്കയറ്റം കുറഞ്ഞതും നിരക്ക് കുറയ്ക്കലിന് അനുയോജ്യമാണ്. 0.5% നിരക്കിളവുണ്ടാകുമെന്ന് വിദഗ്ധർ. തുടർച്ചയായ 2ാം മാസവും GST വരുമാനം 2 ലക്ഷം കോടിക്ക് മുകളിലെത്തി. മെയിൽ രേഖപ്പെടുത്തിയത് 2.01 ലക്ഷം കോടി രൂപ. ഇറക്കുമതി കൂടിയത് നികുതി വരുമാനം കൂടാൻ ഇടയാക്കി. US ചൈന വ്യാപാര തർക്ക പരിഹാരത്തിന് ട്രംപും ഷീ ജിൻപിങ്ങും ചർച്ച നടത്തും. ചൈന കരാർ ലംഘിച്ചെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് ആരോപിച്ചതിനെ തുടർന്ന് ചർച്ച നിലച്ചിരുന്നു. റഷ്യയ്ക്ക് മേലുള്ള US ഉപരോധം ഇന്ത്യയുടെ ക്രൂഡ് ഇറക്കുമതിക്ക് തിരിച്ചടിയായേക്കുമെന്ന് സൂചന. ഇന്ത്യയുടെ ക്രൂഡ് ഇറക്കുമതിയിൽ 39% റഷ്യയിൽ നിന്ന്. താരിഫ് വർധന റഷ്യയുടെ പ്രതിദിന വിതരണത്തിൽ 2 മില്യൺ ബാരലിന്റെ കുറവുണ്ടാക്കുമെന്ന് വിദഗ്ധർ. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കൂടി. ഗ്രാമിന് 30 രൂപയും പവന് 240 രൂപയും വർദ്ധിച്ചു. പവന് 71,600 രൂപയും ഗ്രാമിന് 8,950 രൂപയുമാണ് വില. കായിക വാർത്തകൾ. IPL ഫൈനൽ നാളെ. കലാശപ്പോരിൽ പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ താരം ഗ്ലെൻ മാക്സ്വെൽ. 149 മത്സരങ്ങളിൽ ഓസീസ് കുപ്പായമണിഞ്ഞ മാക്സ്വെൽ 3,990 റൺസും 77 വിക്കറ്റും സ്വന്തമാക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ക്രിക്കറ്റിനോട് വിടചൊല്ലി ഹെൻറിച്ച് ക്ലാസൻ. ദക്ഷിണാഫ്രിക്കയ്ക്കായി 4 ടെസ്റ്റിലും 60 ഏകദിനങ്ങളിലും 58 T20യിലും കളിച്ചിട്ടുണ്ട്. സ്പാനിഷ് ക്ലബ്ബ് അത്ലറ്റിക്കോ മാഡ്രിഡുമായുള്ള കരാർ പുതുക്കി അന്റോയിൻ ഗ്രീസ്മാൻ. 2027 വരെയാണ് പുതിയ കരാർ. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന വനിതാ ഏകദിന ലോകകപ്പിന്റെ തീയതിയും വേദികളും പ്രഖ്യാപിച്ചു. സെപ്റ്റംബർ 30 മുതൽ നവംബർ 2 വരെയാണ് ടൂർണമെന്റ്. വേദിയായി തിരുവനന്തപുരം കാര്യവട്ടം സ്റ്റേഡിയത്തെ പരിഗണിച്ചില്ല. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ നൊവാക് ജോക്കോവിച്ച് ക്വാർട്ടറിൽ. ബ്രിട്ടന്റെ കാമറൂൺ നോറിയെ തോൽപ്പിച്ചാണ് മുന്നേറ്റം. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാമിനി കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. മകന്റെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്ത് ധനുഷും ഐശ്വര്യ രജനീകാന്തും. ചിത്രം ഏറ്റെടുത്ത് ആരാധകർ. ജാക്കി ചാൻ ചിത്രം കരാട്ടെ കിഡ് തിയേറ്ററുകളിൽ. ജാക്കി ചാനൊപ്പം റാൽഫ് മിച്ചിയോയും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നു. സ്ക്വിഡ് ഗെയിം സീസൺ 3 ട്രെയിലർ പുറത്ത്. ഈ മാസം 27-ന് 3ാം സീസൺ റിലീസ് ചെയ്യും. മലയാള ചിത്രം ആഘോഷത്തിന്റെ ചിത്രീകരണം പാലക്കാട് ആരംഭിച്ചു. ലാൽ ജോസ് ആണ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത്. ചിത്രത്തിന്റെ സംവിധായകൻ അമൽ കെ ജോബി. വിജയരാഘവൻ, സ്ഫടികം ജോർജ്, ജെയ്സ് ജോർജ്, ബോബി കുര്യൻ, അസീസ് നെടുമങ്ങാട്, ഷാജു ശ്രീധർ, നന്ദു പുതുവാൾ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തുന്നു. മലയാള ചിത്രം പാത്ത് OTTയിലേക്ക്. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ച ചിത്രമാണ് പാത്ത്. റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. ജിതിൻ ഐസക്കാണ് സംവിധായകൻ. സ്ട്രേഞ്ചർ തിങ്സിന്റെ അവസാന സീസൺ റിലീസ് ഡേറ്റ് പുറത്ത്. ഫൈനൽ എപ്പിസോഡ് 2026 ജനുവരി 1-ന് ഇന്ത്യയിൽ സംപ്രേഷണം ചെയ്യും.
പാൻ ഇന്ത്യൻ ചിത്രം സ്വയംഭൂവിന്റെ പോസ്റ്റർ പുറത്ത്. ചിത്രത്തിൽ തെലുങ്ക് താരം നിഖിലാണ് നായകൻ. സംയുക്ത മേനോനാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. പാകിസ്ഥാനിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നടത്തിയ സ്ഫോടനം എന്ന തരത്തിലൊരു ചിത്രം പ്രചരിക്കുന്നു. യമനിൽ ഹൂത്തി ഗ്രൂപ്പുകൾ സൈനികാഭ്യാസം നടത്തുന്ന ചിത്രമാണ് തെറ്റായ തലക്കെട്ടിൽ പ്രചരിപ്പിക്കുന്നത്. നോക്കാമിനി നാളെ അറിയാൻ. പാലക്കാട് ശ്രീ സത്യസായി സേവാ സംഘടനയുടെ നേതൃത്വത്തിൽ നാളെ സൗജന്യ ത്വക്ക് രോഗ പരിശോധനാ ക്യാമ്പ് നടക്കും. വൈകിട്ട് 4:45 കൊപ്പം ശ്രീ സത്യസായി കമ്മ്യൂണിറ്റി സെന്ററിലാണ് ക്യാമ്പ്. വയനാട് ബത്തേരി വില്ലേജ് ഓഫീസ് കെട്ടിടം അപകടാവസ്ഥയിലായതിനാൽ ടൗണിൽ പോലീസ് സ്റ്റേഷന് സമീപമുള്ള പഴയ താലൂക്ക് ഓഫീസ് കെട്ടിടത്തിലാണ് ഇനി പ്രവർത്തിക്കുന്നത്. ഇടപാടുകാർ ശ്രദ്ധിക്കുക. പാലക്കാട് വെസ്റ്റ് യാക്കര ഗവൺമെന്റ് UP സ്കൂളിൽ പാർട്ട് ടൈം ജൂനിയർ ഭാഷാ അധ്യാപക ഒഴിവിലേക്ക് കൂടിക്കാഴ്ച നടത്തുന്നു. നാളെ രാവിലെ 10:30 അസൽ രേഖകൾ സഹിതം ഹാജരാവണം. കോഴിക്കോട് മേപ്പയ്യൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഫിസിക്കൽ സയൻസ്, കണക്ക്, ഇംഗ്ലീഷ്, ഉറുദു, അറബി എന്നീ വിഷയങ്ങളിൽ അധ്യാപക നിയമനം. നാളെ രാവിലെ 10 സ്കൂൾ ഓഫീസിൽ ഇന്റർവ്യൂ നടക്കും. കോഴിക്കോട് തളിപ്പറമ്പ് കുറുമാത്തൂർ ഗവൺമെന്റ് HSSൽ ഹൈസ്കൂൾ വിഭാഗം പാർട്ട് ടൈം സംസ്കൃതം, അറബി, ഉറുദു അധ്യാപക ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. അഭിമുഖം നാളെ രാവിലെ 10:30 മുതൽ. +1 പ്രവേശനത്തിന് അലോട്ട്മെന്റ് പ്രകാരമുള്ള പ്രവേശനം നാളെ മുതൽ. വ്യാഴാഴ്ച 5 മണി വരെയാണ് അഡ്മിഷനുള്ള അവസരം. നോക്കാമിനി ഇപ്പോൾ കിട്ടിയ വാർത്തകൾ. ദ്വാരകയിൽ ട്രെയിൻ വഴി കഞ്ചാവ് കടത്താൻ ശ്രമിച്ച 3 പേർ പിടിയിൽ. പിടിയിലായത് നിരവധി കേസുകളിൽ പ്രതിയായ 3 പേർ. പാകിസ്ഥാനിലെ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിൽ ഈ വർഷത്തെ ആദ്യത്തെ പോളിയോ കേസ് റിപ്പോർട്ട് ചെയ്തു. 23 മാസം പ്രായമായ കുഞ്ഞിനാണ് രോഗം സ്ഥിരീകരിച്ചത്. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.